ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പിന്നെ ഇന്ന് രണ്ട് മലയാള സിനിമകൾ സർപ്രൈസ് റിലീസൊക്കെ ആയിട്ടുണ്ട്. ശരിക്കും പറയാതെ കിഡ്ലൻ സർപ്രൈസ് ആയിരുന്നു, തീരെ പ്രതീക്ഷിക്കാതെ വന്നൊരു സർപ്രൈസ് ആയിരുന്നു ആ രണ്ട് സിനിമകൾ. നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു ആക്ഷൻ കോമഡി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ലിഫ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്, ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. അജയ് ഗഡു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ഈ ഒരു സിനിമ C5ലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് പിന്നെ ആമസോൺ പ്രൈം വഴി സർപ്രൈസ് റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമയാണ്. ചില നൊടികളിൽ നിന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു മിസ്റ്ററി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ ഒരു സിനിമയെ ഇന്ന് സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്തതാണ് ആമസോൺ പ്രൈമിൽ. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റോൾ പ്ലേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലും അതുകൂടാതെ ഹിന്ദി ഭാഷയിലായിട്ട് ഈ റൊമാൻറ്റിക് ആക്ഷൻ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ്. സെവപ്പി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസിൻ്റെ ഒരു സീരീസാണ്, ഇന്നലെ റിലീസ് ചെയ്ത സീരീസാണ്. കില്ലർ സൂപ്പ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു ക്രൈം ഡ്രാമ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഈ ഒരു സീരീസ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു കിള്ളർ സീരീസാണ്. ഹിന്ദി ഭാഷ കൂടാതെ മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാളത്തിൽ നിന്നും പിന്നെ റിലീസ് ചെയ്തൊരു സിനിമയാണ്. ഒരു എന്താ പറയുക സർപ്രൈസായി റിലീസ് ചെയ്ത സിനിമയാണ്. രജനി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാളത്തിൽ തമിഴിലായിട്ട് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. മലയാളം മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. കാളിദാസ് ജയറാം, നമിത പ്രമോദ്, റബ മോണിക്ക, സൈജു കുറുപ്പ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമയാണ്. ഒരു ത്രില്ലർ മൂവിയാണ്, ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഒരു സർപ്രൈസ് റിലീസായിരുന്നു ഈ ഒരു സിനിമ. അടുത്തായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചൊരു സർപ്രൈസ് അടുത്തതാണ് നമ്മുടെ ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആൻ്റണി എന്ന സിനിമ. ജോർജ് ജോർജ്, കല്യാണി പ്രിയദർശൻ, നൈല ഉഷ, ചെമ്പൻ വിനോദ്, വിജയരാഘവൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഈ ഒരു സിനിമ. തിയേറ്ററിൽ ഒരു ആവറേജ് ഹിറ്റായി മാറിയ സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നതായിരുന്നു ആദ്യമൊക്കെ വന്നിരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ സിനിമ തിയേറ്ററിൽ കളിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഞാൻ എഴുതി കാണിച്ച OTT റൈറ്റ്സ്, അതായത് പിന്നെ ഡിജിറ്റൽ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് എന്നായിരുന്നു. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ നിന്നും നെറ്റ്ഫ്ലിക്സ് ഈ ഒരു റൈറ്റ്സിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ സർപ്രൈസായി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. എനിക്ക് വലിയൊരു ഇഷ്ടപ്പെട്ടില്ല സിനിമ. എന്തായാലും ഒന്ന് നിങ്ങൾ എന്താ പറയുക കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ട് കൊടുത്തേക്കാം എൻ്റെ റിവ്യൂയുടെ. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും സിനിമകളാണ് ഇന്നിപ്പോൾ റിലീസ് ചെയ്തതായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ലിങ്കോച്ചെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നിപ്പോൾ റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് തിയേറ്ററിൽ കുറേ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ ഹനുമാൻ കണ്ടു. ഹനുമാൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളെ രാവിലെ പിന്നെ അപ്ലോഡ് ആവുള്ളൂ. പിന്നെ അയലന് ഇന്ന് രാത്രി കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാളെ ഉച്ചയോട് കൂടിയേക്കും അതിൻ്റെ പിന്നെ അയല എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ഉണ്ടാവുക. ക്യാപ്റ്റൻ മില്ലറിന് പോകണമെന്നുണ്ട്. കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എബ്രഹാം ഹോസ്റ്റലർ എന്ന് പറഞ്ഞ സിനിമ ഇന്നലെ കണ്ടു. റിവ്യൂ എൻ്റെ ചാനലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഈ സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കിടാൻ നമുക്ക് പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഉണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.